നമുക്ക് ലഭ്യമായ വേദപുസ്തകത്തിൽ, അതായത് നാം സാധാരണയായി ഉപയോഗിക്കുന്ന ബൈബിൾ സൊസൈറ്റിയുടെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ് ഉള്ളത്. ഇന്റർ ടെസ്റ്റമെന്റൽ ബുക്സ് എന്ന് കൃത്യമായി അറിയപ്പെടുന്ന അപ്പോക്രിഫൽ ബുക്കിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. അതല്ല എൻ്റെ പ്രസംഗത്തിൻ്റെ വിഷയം എന്നതുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് ഞാനിവിടെ പ്രവേശിക്കുന്നില്ല. ഈ 39 നമ്മുടെ കയ്യിൽ ലഭ്യമായ നാം സാധാരണ ഉപയോഗിക്കുന്ന വേദപുസ്തകത്തിലെ 39 പുസ്തകങ്ങളിൽ ആദ്യത്തെ 5 പുസ്തകങ്ങൾ പെന്ററ്റൂക്ക്, പഞ്ചഗ്രന്ഥികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പുസ്തകങ്ങളെ 12 പുസ്തകങ്ങൾ, അത് ചരിത്ര പുസ്തകങ്ങൾ, കെത്തുബീം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏറ്റവും അവസാനമായി നമുക്കറിയാം നബീം, പ്രവചന ഗ്രന്ഥങ്ങൾ. ഇതിൻ്റെ ഇടയിലുള്ള ഒരു പുസ്തക സമുച്ചയത്തെ വിസ്ഡം ലിറ്ററേച്ചർ, ജ്ഞാന പുസ്തകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ആ ജ്ഞാന പുസ്തകങ്ങളിൽ ഇയ്യോബിന്റെ പുസ്തകമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് വേദവ്യാഖ്യാതാക്കളുടെ ഇടയിൽ വ്യത്യസ്തമായ അഭിപ്രായമാണ്. ഇയ്യോബിന്റെ പുസ്തകം കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ 5 പുസ്തകങ്ങൾ ജ്ഞാന പുസ്തകങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിൽ 3 എഴുതിയത് ജ്ഞാനിയായ സലോമോനാണ് എന്ന് വേദപുസ്തകത്തിൽ തന്നെ വ്യക്തമായി നമുക്കറിയാം. സദൃശ്യവാക്യങ്ങൾ അഥവാ പ്രോവബ്സ്, സഭാപ്രസംഗി അഥവാ എക്ലീസിയാസ്റ്റസ്, ഉത്തമഗീതം അഥവാ സോങ്സ് ഓഫ് സോളമൻ. ഈ 3 പുസ്തകങ്ങളും ജീവിത സംബന്ധിയായ പുസ്തകങ്ങളാണ്. എന്താണ് ജീവിതം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ധന്യമായ പുസ്തകങ്ങളാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. എത്രത്തോളം അത് വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട് എന്നെനിക്കറിയില്ല. എങ്കിലും ഈ ജൂബിലി കൺവെൻഷന് പങ്കെടുക്കുവാൻ ദൈവം ഒരവസരം തന്നപ്പോൾ എനിക്ക് പ്രചോദനമായി തോന്നിയ പുസ്തകമാണ് ഈ സഭാപ്രസംഗിയുടെ പുസ്തകം. എക്ലീസിയാസ്റ്റസ് എന്ന പേരിൽ അത് നമുക്ക് അറിയപ്പെടുന്നല്ലോ. ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വളരെ നെഗറ്റീവായിട്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വാചകം, മായ സകലവും മായ. പെങ്കുച്ചൻ്റെ പേരല്ല, മായ സകലവും മായ എന്ന് അദ്ദേഹം സഭാപ്രസംഗി പറയുന്നു. സകലവും മായ. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ഈ മായ എന്ന് എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പഴയ തർജിമകളിൽ, കിങ് ജെയിംസ് വേർഷൻ ഉൾപ്പെടെയുള്ള പഴയ തർജിമകളിൽ ഇതിന് ഇംഗ്ലീഷിൽ കാണുന്നത് വാനിറ്റി, എവറിഥിങ് ഈസ് വാനിറ്റി എന്ന ഒരു വാചകത്തിലാണ്. വാനിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. വാനിറ്റി, പൊങ്ങച്ചം, ഡെൻസിറ്റി ഇല്ലാത്ത അവസ്ഥയാണ് വാനിറ്റി. അതാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പഴയ തർജ്ജിമകളിൽ വാനിറ്റി, എവറിഥിങ് ഈസ് വാനിറ്റി എന്നതായിരുന്നെങ്കിൽ പുതിയ തർജ്ജിമയിൽ NIV, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ പോലെയുള്ള പുതിയ തർജ്ജിമകളിൽ കാണുന്നത് മീനിങ്ലെസ്, എവറിഥിങ് ഈസ് മീനിങ്ലെസ്. മറ്റൊരു തർജ്ജിമയിൽ കാണുന്നത് വർത്ത്ലെസ്, എവറിഥിങ് ഈസ് വർത്ത്ലെസ്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം? പ്രിയപ്പെട്ടവരെയും, മൂലഭാഷയിൽ, എബ്രായ ഭാഷയിൽ മായ എന്നതിന് ഉപയോഗിക്കുന്ന വാക്ക് ഹെബേൽ എന്നാണ്. ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം വേപ്പർ, മിസ്റ്റ്, ബ്രത്ത് എന്ന അർത്ഥമാണുള്ളത്. വേപ്പർ എന്നത് നമുക്കറിയാം, മഞ്ഞുതുള്ളി അഥവാ നീരാവി. മിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാറിലൊക്കെ നമ്മൾ സാധാരണയായി വൈപ്പർ ഇടുമ്പോൾ ഇടുന്ന ഒരു ഓപ്ഷനാണ് മിസ്റ്റ്. അതായത് ഈ മഞ്ഞുതുള്ളി പോലെ നമ്മൾ ഈ കാറിൻ്റെ വിൻഷീൽഡിൽ വെള്ളമടിക്കുന്ന അവസ്ഥ. ബ്രത്ത്, ബ്രത്ത് എന്ന് പറയുമ്പോൾ ശ്വാസം. അപ്പോൾ ഹെബേൽ എന്ന വാക്കിൻ്റെ യഥാർത്ഥ തർജ്ജിമയല്ല മലയാളത്തിലോ
ഇംഗ്ലീഷിലോ ലഭ്യമായിട്ടുള്ളത്. ഹെബേൽ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് നെസസറിലി വർത്ത്ലെസ്. ഞാൻ മുമ്പ് പറഞ്ഞ മായ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വർത്ത്ലെസ്, മീനിങ്ലെസ്. പക്ഷെ ഹെബേൽ എന്ന വാക്കിന്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് നെസസറിലി വർത്ത്ലെസ് ബട്ട് ദ തിങ്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. അതാണ് ഹെബേൽ എന്ന് പറയുന്നത്. ദ തിങ്സ് ദാറ്റ് ആർ ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. ഇംഗ്ലീഷിൽ അതിന് എനിഗ്മ എന്ന് പറയും, മലയാളത്തിൽ അതിന് പ്രഹേളിക എന്ന് പറയും. ലോജിക്കലായി എക്സ്പ്ലെയിൻ ചെയ്യാനാകാത്ത, നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാകാത്ത ഒരവസ്ഥയ്ക്ക് പറയുന്നതാണ് ഹെബേൽ. ഇറ്റ് ഈസ് നോട്ട് ലോജിക്കലി എക്സ്പ്ലെയിനബിൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഇസ് എൻ എനിഗ്മ, ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. ഇതാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 1ഉം 2ഉം അധ്യായങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ജീവിതത്തിൽ നേരിടുന്ന ചില പ്രതിസന്ധികൾ, ജീവിതത്തിൽ നേരിടുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, അത് വിശദീകരണത്തിന് അതീതമാണ്, വിശദീകരിക്കുവാൻ സാധിക്കാത്തതാണ്. അത് ഓരോന്നും പറഞ്ഞു പോകാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് എൻ്റെ ഈ പ്രധാന വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കട്ടെ. അങ്ങനെ അൺഎക്സ്പ്ലെയിനബിൾ ആയ ഒരു വിഷയമാണ് 2-ാം അധ്യായം 22-ാം 23-ഉം വാക്യങ്ങളിൽ കാണുന്നത്. 1ഉം 2ഉം അധ്യായങ്ങളിൽ സഭാപ്രസംഗം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അണ്ടർ ദി സൺ, സൂര്യന് കീഴെ. എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ അല്ല, സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് ദർ ഈസ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ. അത് വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ വിശദീകരിക്കുവാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പൗരസ്ത്യ പിതാക്കന്മാർ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് ദൈവമേ നിന്റെ കരുണയ്ക്ക് സ്തുതി. വിശദീകരണത്തിന് സാധ്യമായ കാര്യങ്ങൾ, വിശദീകരിക്കുവാൻ അസാധ്യമായ കാര്യങ്ങൾ വരുമ്പോൾ അവർ പറയും ദൈവമേ നിന്റെ കരുണയ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇവിടെ സഭാപ്രസംഗി അഥവാ ജ്ഞാനിയായ ശലോമോൻ അദ്ദേഹം ഒരു വിശദീകരിക്കുവാനാകാത്ത ഒരു വിഷയം നമ്മളോട് സംവേദനം ചെയ്യുകയാണ്. എന്താണ് ആ വിഷയം? അദ്ദേഹം പറയുന്നു, സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയ പരിശ്രമം കൊണ്ടും മനുഷ്യന് എന്തു ഫലം? അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവും അല്ലയോ? രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. നമ്മളിപ്പോൾ നമസ്കരിച്ചപ്പോൾ ചൊല്ലിയതേ ഉള്ളൂ, കർത്താവേ നിരപ്പ് നിറഞ്ഞ സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. നോമ്പ് നമസ്കാരത്തിൽ ചൊല്ലുന്നതാണ് നിരപ്പ് നിറഞ്ഞ സന്ധ്യയും പുണ്യമുള്ള രാവും. പക്ഷേ ഇവിടെ ഈ രചയിതാവ്, ഗ്രന്ഥകർത്താവ് അഥവാ സഭാപ്രസംഗി അദ്ദേഹം പറയുകയാണ് രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. സ്വസ്ഥത അനുഭവിക്കേണ്ട സമയമാണ് രാത്രി, എന്നാൽ രാത്രിയിലും സ്വസ്ഥതയില്ലാത്ത അനുഭവം. പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ കേരളം നൈറ്റ് ലൈഫിന് കൂടുതൽ പ്രാധാന്യത കൊടുക്കുന്ന ഒരു നാടാണല്ലോ. ഇപ്പോൾ തന്നെ നമ്മുടെ ഭരണകർത്താക്കൾ തീരുമാനിച്ചു ബാറുകളുടെ സമയം ഇനിയും രാത്രി 12 മണി വരെ നീട്ടുന്നതാണ്. ഇപ്പോൾ ഉള്ള സമയത്ത് തന്നെ മനുഷ്യന് യാത്ര ചെയ്യാനാകാത്ത അസ്വസ്ഥതയാണ്. ചില അമ്മമാരൊക്കെ വിചാരിക്കുന്നുണ്ട്, സഹോദരിമാര് വിചാരിക്കുന്നുണ്ട് 10 ആയിട്ട് ഇങ്ങനെ വരുന്നത് എപ്പോഴാണ്, അപ്പോൾ ഇനി 12 ആകുമ്പോൾ ഉള്ള അവസ്ഥ എന്താ? പലപ്പോഴും കൺവെൻഷനൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ മനുഷ്യൻ എത്രത്തോളമാണ് അസ്വസ്ഥമാകുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വസ്ഥതയുടെ രാത്രികൾ അസ്വസ്ഥമായി മാറുന്നു. കാരണം അറിയില്ല. നമ്മുടെ നാട്ടിലെ മെട്രോപൊളിറ്റൻ സിറ്റീസ്
എറണാകുളം പോലെയുള്ള വലിയ സിറ്റികളിൽ രാത്രി ജീവിതം ദുസ്സഹമായി മാറുകയാണ്. അസന്മാർഗികത കൂടുന്നു, അസ്വാഭാവികത കൂടുന്നു, ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറയെ, പ്രത്യേകിച്ച് കേരളക്കാരെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന 2 മാനസിക ഡിസോർഡേഴ്സ് ഉണ്ട്. നിങ്ങളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാകും. ഒന്നാമത്തെ ഡിസോർഡറിന്റെ പേര് ഇൻസോംനിയ, രണ്ടാമത്തെ ഡിസോർഡറിന്റെ പേര് സെമി സോംനിയ. അത് ജെൻസിയെ മാത്രമല്ല, ജെൻസി എന്ന് വെച്ചാൽ അറിയാമല്ലോ, ജെൻസിയെ മാത്രമല്ല 90 കിഡ്സിനെയും ബാധിക്കുന്നതാണ് ഈ ഇൻസോംനിയ ആൻഡ് സെമി സോംനിയ. ഇറ്റ്സ് എ സ്ലീപ്പിംഗ് ഡിസോർഡർ. എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുന്നു, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് ഉറങ്ങുന്നത്, എപ്പോഴാണ് ഉണരുന്നത്? ഇന്ന് കാലഹരണപ്പെട്ട പാട്ടുകൾ, അതിരാവിലെ തിരുസന്നതി, മനമേ, പക്ഷിഗണങ്ങൾ എന്ന കാലഹരണപ്പെട്ട പാട്ടുകൾ, അത് ഇനി ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയി കാണേണ്ട അവസ്ഥ. കാരണം ഉറക്ക സംബന്ധമായ ഡിസോർഡേഴ്സ് ഇന്ന് കൂടിക്കൂടി വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഉറങ്ങേണ്ട സമയത്ത് ഉണർന്നിരിക്കുന്നു, ഉണർന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങുന്നു. ഭക്തനായ കവി പണ്ടുപാടി, മൃഗജാലങ്ങൾ ഉണർന്നിടുന്ന സമയത്തു നീ കിടന്നു, മൃഗത്തെക്കാളും നിർവികാരിയായി ഉറങ്ങാതെന്റെ മനമേ. മൃഗജാലങ്ങൾ ഉണരുന്ന സമയത്താണ് നീ കിടക്കുന്നത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പ്രിയപ്പെട്ടവരെയും, ഈ പ്രപഞ്ചത്തിന് ഒരു ഋതമുണ്ട്, ഒരു താളമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ താളത്തിനൊത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നമുക്ക് ആപത്കരമായ അവസ്ഥ വരികയാണ്. മുരളി തുമ്മാരുകുടി എന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. UN പ്രവർത്തിക്കുന്ന മലയാളി. അദ്ദേഹം പറയുന്നു, മലയാളിയുടെ ജീവിത സംസ്കാരം മാറുന്നു, മലയാളിയുടെ ജീവിതത്തിന്റെ ശൈലി മാറുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ജീവിതം അസ്വസ്ഥമായി, ദുസ്സഹമായി മാറുകയാണ്. ഇവിടെ ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തുകയാണ്, രാത്രിയിലും എന്തില്ല? സ്വസ്ഥതയില്ല. അസ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് ഈ നമ്മുടെ ജീവിതം മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തിരിച്ചുവരവ് ആവശ്യമല്ലേ? നമുക്ക് ഇതിന് ഒരു റെമഡി ആവശ്യമല്ലേ? ഈ ജൂബിലി കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ നമുക്ക് ഈ അസ്വസ്ഥതയുടെ ലോകത്തിൽ എങ്ങനെ ക്രിസ്തുവിൽ നമ്മുടെ സ്വസ്ഥതയെ തിരികെ പിടിക്കാം എന്നത് എനിക്ക് ലഭ്യമായ സമയത്തിന്റെ ഉള്ളിൽ ഒരുമിച്ച് ധ്യാനിക്കുവാൻ, സഭയുടെ വിശ്വാസത്തിന്റെയും സഭയുടെ പ്രമാണത്തിന്റെയും അടിസ്ഥാനത്തിൽ അല്പനേരം ധ്യാനിക്കുവാൻ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അസ്വസ്ഥതയുടെ കാരണം എന്താണ്? സഭാപ്രസംഗിയുടെ പുസ്തകം 5, 6, 7 അധ്യായങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ മനുഷ്യന്റെ അസ്വസ്ഥതയുടെ കാരണങ്ങൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. സമയ ചുരുക്കം മൂലം ഓരോന്നു മാത്രം ഓരോ അധ്യായത്തിൽ പറഞ്ഞ് ആ വിഷയം ഞാൻ മുൻപോട്ട് നീക്കട്ടെ. 5-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുകയാണ്, ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ്. ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ഐശ്വര്യം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. 2ാമത്തെ നിരീക്ഷണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ അധ്യായത്തിലെ ഓരോ നിരീക്ഷണങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പോകുകയാണ്. 2ാമത്തെ നിരീക്ഷണം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. 6-ാം അധ്യായം 7-ാമത്തെ വാക്യം, മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്ക്ക് വേണ്ടിയാകുന്നു, എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. ഈ കഷ്ടപ്പാടെല്ലാം പെടുന്നത്
ഈ കള്ളത്തരമെല്ലാം ചെയ്യുന്നത്, ആത്മീയതയിൽ പോലും പല പരിപാടികൾ നടത്തുന്നത് എല്ലാം എന്തിനാ? ജീവിക്കാനാ, വായിലോട്ട് വല്ലതും പോകാനാ. നാട്ടുഭാഷ പറഞ്ഞാൽ 3 നേരത്തിന് 5 നേരം ഉണ്ണാനാ. എന്നിട്ടും എന്ത് വരുന്നില്ല? തൃപ്തി വരുന്നില്ല. ഡിസാറ്റിസ്ഫാക്ഷൻ, തൃപ്തി വരുന്നില്ല. മൂന്നാമതായി 7-ാം അധ്യായം 29-ാമത്തെ വാക്യം. 5-ാം അധ്യായം നമ്മൾ പറഞ്ഞു, 6-ാം അധ്യായം പറഞ്ഞു, 7-ാം അധ്യായം 29-ാമത്തെ വാക്യം. ഒരു കാര്യം ഞാൻ കണ്ടിരിക്കുന്നു, ബിഹോൾഡ് ഐ ഫൗണ്ട് വൺ തിങ്. എന്താണത്? ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചിരിക്കുന്നു, അവനോ വളരെ സൂത്രങ്ങൾ അന്വേഷിച്ചു വരുന്നു. നോക്കുക, ജീവിതത്തിന്റെ ഒരു പരിച്ഛേദമാണ്. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ബിഹോൾഡ് ഐ ഫൗണ്ട് വൺ തിങ്. എന്താണ്? God makes man upright, but they have sought out many schemes for their selfish life. അവരുടെ സ്വാർത്ഥതയുടെ ജീവിതത്തിനായി പല തന്ത്രങ്ങൾ നടത്തുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇതല്ലേ കാലത്തിന്റെ വിളി? നമ്മുടെ കാലത്തെക്കുറിച്ച് റാം മോഹൻ പാലിയത്ത് എന്ന കോളമിസ്റ്റിനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. റാം മോഹൻ പാലിയത്ത് അദ്ദേഹം ഈ കാലത്തെ രേഖപ്പെടുത്തിയ അതിസുന്ദരമായ ഒരു ചിന്ത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഉണ്ടായിരുന്നു. വളരെ ലളിതമായ ചിന്തയാണ്. അദ്ദേഹം പറയുകയാണ്, കൂട്ടിവെച്ചിട്ടും മതി വരുന്നില്ല, പൂട്ടി വെച്ചിട്ടും ഭയം മാറുന്നില്ല, തിന്നു കൂട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. എന്താ? കൂട്ടി വെച്ചിട്ടും മതി എന്ന് പറയാൻ സാധിക്കുന്നില്ല. സത്യമല്ലേ? ഞാൻ നിങ്ങളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, എന്നെ കുറിച്ച് തന്നെ പറയാം. എത്ര കൂട്ടിവെച്ചിട്ടും മതി എന്ന് പറയാനുള്ള ഒരു മതി ആയിട്ടില്ല. മതി എന്ന് പറയാനുള്ള ഒരു മതി ആയിട്ടില്ല. ഒന്നാമത്തെ മതി എന്താ? ഇനഫ്, മതി. രണ്ടാമത്തെ മതി എന്താ? അതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. മതി എന്ന വാക്കിന് ബുദ്ധി എന്നൊരു സിനോണിം, പര്യായമുണ്ട്. പ്രിയപ്പെട്ടവരെ, മതി എന്ന് പറയുവാൻ കഴിയുന്ന ഒരു ബുദ്ധിയില്ലാത്ത അവസ്ഥ. മൂന്നാമതായിട്ട് എന്താണ്? പൂട്ടി വെച്ചിട്ടും. ശരിയല്ലേ? ഇന്ന് എത്ര പ്രാവശ്യം വീട് പൂട്ടിയിട്ട് പിന്നെയും തിരിച്ചു നോക്കി? എത്ര പ്രാവശ്യം കാറിന്റെ ഡോറ് പൂട്ടിയിട്ട് പിന്നെയും ഞെക്കിയിട്ട് പൂട്ടിയോ? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. എത്ര പ്രാവശ്യം നമ്മുടെ പേഴ്സ് തപ്പി നോക്കി, അവിടെ ഉണ്ടോ? വണ്ടി കയറിയിട്ട് ഈ പേഴ്സ് തപ്പുന്ന തന്നെ അറിയാം പോക്കറ്റ് അടിക്കാരന്. ഇയാളുടെ പോക്കറ്റിൽ ഉള്ള പേഴ്സിൽ എന്തുണ്ട്? കാശുണ്ട്. പൂട്ടി വെച്ചിട്ടും എന്തു മാറുന്നില്ല? ഭയം മാറുന്നില്ല. തിന്നു കൂട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. കേരളം ഇന്ന് ഭക്ഷണത്തിന്റെ ഒരു ഹബ്ബായിട്ട് മാറി. ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത്. അടൂരിൽ ബൈപ്പാസ് ഉണ്ട്. ഇന്ന് കേരളത്തിൽ മലപ്പുറം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെറൈറ്റി ഫുഡ്, ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് അടൂർ ബൈപ്പാസ്. ഇവിടെ പറഞ്ഞു, ഞാൻ അച്ഛൻ എന്നെ സ്വാഗതം പറഞ്ഞപ്പോൾ, ഞാൻ പഴകുളം ഗ്രിഗോറിയോസ് പള്ളിയിലാണ് ശുശ്രൂഷിക്കുന്നത്. എൻ്റെ പള്ളിയിൽ നിന്ന് എൻ്റെ വീട്ടിലെത്തണമെങ്കിൽ ഈ ബൈപ്പാസ് വഴി കടന്നു പോയാലേ ഒക്കുള്ളൂ. തിരുമേനിക്കും അറിയാം. പക്ഷേ സന്ധ്യ നമസ്കാരം കഴിഞ്ഞ് 8 മണിക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ ഞാനൊരു 10 മണിയാകാതെ വീട്ടിലെത്തില്ല. ഓർത്തോണം, 4 കിലോമീറ്റർ യാത്ര ചെയ്യാൻ. കാരണം എത്ര തിന്നുകൂട്ടിയിട്ടും മതി വരാത്ത ലോകം. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ ആധ്യാത്മിക കൂട്ടായ്മകൾക്ക് ചില മറുപടിയുണ്ട് എന്നത് മറക്കരുത്. മനുഷ്യന്റെ അസ്വസ്ഥതയ്ക്ക് കൂട്ടിവെച്ചിട്ടും മതി വരാത്ത, പൂട്ടിവെച്ചിട്ടും ഭയം മാറാത്ത, തിന്നുകൂട്ടിയിട്ടും തൃപ്തി വരുന്നില്ല എങ്കിൽ എന്താണ് അതിന്റെ കാരണം? അതിന്റെ 3 കാരണങ്ങളാണ് സഭാപ്രസംഗി പറയുന്നത്. 1, അസംതൃപ്തി. എന്താ? ദ്രവ്യപ്രിയന് ദ്രവ്യം കിട്ടിയിട്ടും, ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി വരുന്നില്ല. നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കണം, ആർ യു സാറ്റിസ്ഫൈഡ്? നമ്മൾ തൃപ്തിയുള്ളവരാണോ? ഡോക്ടർ ഡി ബാബു പോൾ സാറിന്റെ ഒരു പുസ്തകമാണ്
വീണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ. അതിനകത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ആർ യു സാറ്റിസ്ഫൈഡ്? ഉടനെ അദ്ദേഹം തരുന്നൊരു മറുപടിയാണ്, ഇപ്പോഴുള്ള ജീവിതം തൃപ്തിയാണെങ്കിൽ ഞാൻ തൃപ്തനാണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? നമ്മൾ കൺവെൻഷനും നോമ്പും കഷ്ടാനുഭാഷയും ഏറെ നടത്തുകയാണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞാൻ തൃപ്തിയോടെ ജീവിക്കുന്നു എന്ന്? പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ അസ്വസ്ഥതയുടെ ഒന്നാമത്തെ കാരണം അസംതൃപ്തി. രണ്ടാമത്തത് എന്താ? അത്യാഗ്രഹം. മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്ക്ക് വേണ്ടിയാകുന്നു, എങ്കിലും അവന്റെ കൊതിക്ക് മതി വരുന്നില്ല. പിന്നെയും പോട്ടെ, ഗ്രീഡ്, അത്യാഗ്രഹം. നമ്മൾ വലിയ വചനമൊക്കെ പറയും, പക്ഷേ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ വെർച്യൂസ്, ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ വെർച്യൂസ് അതെവിടെ നിൽക്കുന്നു? അത്യാഗ്രഹം രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് എന്താ പറയുന്നേ? ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചു? ഗോഡ് മെയ്ഡ് മാൻ അപ്രൈറ്റ്, അല്ലേ? മനുഷ്യന്റെ രൂപം തന്നെ അങ്ങനെയാണല്ലോ, അപ്രൈറ്റ്. മനുഷ്യന്റെ അവയവങ്ങളുടെ ഘടന എല്ലാം ലംബമായിട്ടാണ്, എല്ലാം ലംബമായിട്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഏറ്റവും താഴെയാണ് ആസക്തി ഉപയോഗിക്കേണ്ട ഘടകങ്ങൾ. വയറുമായിട്ട് ബന്ധപ്പെട്ടതും മറ്റുള്ള അവയവങ്ങളും ആസക്തി ഉണ്ടാകുന്നതുമായ അവയവങ്ങൾ ഏറ്റവും അവസാനമാണ്. തലച്ചോറ് മുതൽ കണ്ണു മുതൽ താഴേക്ക് വരികയാണ്. പക്ഷെ മൃഗത്തിന്റെ അവസ്ഥ എന്താ? അത് തിരശ്ചീനമാണ്. അതിൻ്റെ തലയും അതിൻ്റെ കണ്ണും അതിൻ്റെ ചെവിയും ആസക്തി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന അവയവങ്ങളും ഒരേ ലെവലിലാണ്. മനുഷ്യ, നീ അങ്ങനെ നിർമ്മിക്കപ്പെട്ടവനല്ല. ഇവിടെ സഭാപ്രസംഗി ഓർമ്മപ്പെടുത്തുകയാണ്, ഗോഡ് മെയ്ഡ് മാൻ അപ്രൈറ്റ് ബട്ട് ഹി സീക്സ് സം ട്രിക്സ്. എന്തിനു വേണ്ടിയാണ്? ഫോർ ഹിസ് സെൽഫിഷ് ലിവിങ്. പ്രിയപ്പെട്ടവരെ, 3 പ്രധാന പ്രതിസന്ധികൾ ഇവിടെ സഭാപ്രസംഗി പറയുകയാണ്. 1 അത്യാഗ്രഹം, 1 അസംതൃപ്തി, 2 അത്യാഗ്രഹം, 3 സ്വാർത്ഥത. ഇത് 3ഉം എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും? ഇതൊരു നോമ്പ് കാലമാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സെദറായിൽ വന്ദനായ അച്ഛൻ വായിച്ചപ്പോൾ എനിക്ക് ഏറെ ഹൃദ്യമായിട്ട് തോന്നി. കാരണം എല്ലാ സദറാകളും ഒക്കെ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നവരാണല്ലോ. ഇന്ന് വായിച്ച ഇന്നത്തെ സദറായിൽ, കർത്താവേ, ഈ നോമ്പ് മൂലം അത്യാഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഈ നോമ്പ് മൂലം അസന്തുഷ്ടിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ. ഈ നോമ്പ് മൂലം ഞങ്ങൾ നിന്നെ പോലെ ആയിത്തീരണമേ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിലുള്ള നോമ്പിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്യാഗ്രഹത്തിൽ നിന്നും അസന്തുഷ്ടിയിൽ നിന്നും കയറി ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന അവസ്ഥ. ഇവിടെ ജ്ഞാനിയായ സലോമോൻ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യന് എന്തില്ല? സ്വസ്ഥതയില്ല. അവന്റെ അത്യാഗ്രഹം കൊണ്ടും അവന്റെ ഗ്രീഡ് കൊണ്ടും അവന്റെ അസംതൃപ്തി കൊണ്ടും അവന്റെ സ്വാർത്ഥത കൊണ്ടും അവൻ എന്തില്ല? സ്വസ്ഥതയില്ല. ഇത് സഭാപ്രസംഗി മാത്രമല്ല, എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. എൻ്റെ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട്, ഒരു ശിവക്ഷേത്രമുണ്ട്. ഞാൻ മറ്റുള്ള മതങ്ങളെക്കുറിച്ച് പറയുന്നത് മറ്റുള്ള മതങ്ങളെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം എന്നതുകൊണ്ടാണ്. ഈ ക്ഷേത്രത്തിൽ 4:45 അവർ ഒരു ഗാനമിടും. 4:45 അത് കേട്ടാൽ ഞാൻ ഉണരുന്നത് എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അത് കേൾക്കാറുണ്ട്. വളരെ ഹൃദ്യമായി, വളരെ ഹൃദയസ്പർശിയായി അത് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അത് കേട്ടിട്ടുള്ളവരാകും എന്നെനിക്കറിയാം. അർത്ഥമെത്രേ വളരെയുണ്ടായാലും തൃപ്തിയാകാം മനസ്സിനൊരു കാലം, 10 കിട്ടുകിൽ 100 മതിയെന്നും, ശതമാകിൽ സഹസ്രം മതിയെന്നും, 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ ആയുധമാകിൽ ആശ്ചര്യമെന്നതും, ആശയാലുള്ള പാശമതിങ്ങ് വേറിടാതെ കരേറുന്നു മേൽക്കുമേൽ. ആശ, മോഹം, പ്രിയപ്പെട്ടവരെ, ഇത് മനുഷ്യ ജീവിതത്തെ അസ്വസ്ഥമാക്കും. 10 കിട്ടുമ്പോൾ എത്ര വേണം?
100 വേണം. 40 കുമ്പിടും. പക്ഷേ 10 കിട്ടുമ്പോൾ എത്ര വേണം? 100 വേണം. 1000 കിട്ടുമ്പോൾ എത്ര വേണം? 100 കിട്ടുമ്പോൾ എത്ര വേണം? 1000 വേണം. 40 കുമ്പിടും. പക്ഷേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ, ഈ അത്യാഗ്രഹത്തെയും അസംതൃപ്തിയെയും സ്വാർത്ഥതയെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണമേ, ഏദനിൽ മനുഷ്യനെ കീഴ്പ്പെടുത്തിയത് ഈ സ്വാർത്ഥതയുടെയും അസംതൃപ്തിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും പ്രലോഭനമാണ്. ഏദനിൽ മനുഷ്യൻ കീഴ്പ്പെട്ടത്, നമ്മൾ സാധാരണ പറയും ആദ്യ പാപം എന്താ? അനുസരണക്കേട്. ഞാനിത് മാറ്റുന്നൊന്നുമില്ല, കാരണം സൺഡേ സ്കൂൾ പരീക്ഷയ്ക്ക് എനിക്ക് സമ്മാനം കിട്ടിയതും മാർക്ക് കിട്ടിയതും ആ ഉത്തരവ് എഴുതിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാനത് മാറ്റണമെന്ന് പറയില്ല. പക്ഷെ കുറച്ചുകൂടെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം. ഈ അനുസരണക്കേട് എവിടെ നിന്നാണ് വന്നത്? എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിച്ചാൽ, സാത്താന്റെ വലിയ പ്രലോഭനം എന്താ? മനുഷ്യന്, ആദ്യ മാതാപിതാക്കൾക്ക് അസംതൃപ്തി ഉണ്ടാക്കുക, അസന്തുഷ്ടി ഉണ്ടാക്കുക, സ്വാർത്ഥതയുണ്ടാക്കുക. അവിടെ നിന്നാണ് ഈ പറയുന്ന എല്ലാ പാപങ്ങളും ഉണ്ടായത്. നമുക്കേറെ കൃത്യമായിട്ട് അറിയാം. സാത്താൻ അഥവാ പിശാച് ആദാമിൻ്റെയും ഹവ്വായുടെയും അടുക്കൽ ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ ഫലം, ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം തിന്നരുത് എന്ന് വാസ്തവമായി ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? നമുക്കതിനെക്കുറിച്ച് അറിയാം. മറുപടി, അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, സാത്താന്റെ ഏറ്റവും വലിയ ട്രാപ്പ് എന്താണെന്നറിയാമോ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് മനുഷ്യരെ സമീപിക്കുക. ഒറ്റയ്ക്കൊറ്റയ്ക്ക് മനുഷ്യരെ സമീപിക്കുക. ഞാൻ ചിന്തിച്ചു, എനിക്ക് തോന്നി, ഏദനിൽ എങ്ങനെയായിരുന്നു ജീവിതം? മുപ്പിരിച്ചട എന്ന് വെച്ചാൽ ദൈവമുണ്ട്, ആദമുണ്ട്, ഹവ്വായുണ്ട്. ഇവർ 3 പേരും കൂടെ ഉള്ളപ്പോൾ സാത്താൻ വന്നിരുന്നുവെങ്കിൽ അയാളുടെ ട്രാപ്പ് നടക്കില്ല. ഇനി ആദാമും ഹവ്വായും കൂടെ ഉണ്ടായിരുന്നപ്പോൾ സാത്താന്റെ ട്രാപ്പ് നടക്കുമോ? ഇല്ല. ഇത് പറയുമ്പോൾ ഉടനെ ആദം ചൊറിഞ്ഞിട്ട് പറയടി, വേറെ ജോലി നോക്കാൻ, ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊന്നും പോകരുത്. സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്തെന്നറിയാമോ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് മനുഷ്യനെ നേരിടുക. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെട്ടവനായി മാറാൻ ആഗ്രഹിക്കുമ്പോൾ അത് സാത്താന്റെ തന്ത്രമാണ്. നമുക്കൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 10 പേര് മുന്നോട്ട് നടക്കുമ്പോൾ ഒരുത്തം മാത്രം പുറകോട്ട് നടക്കും. 10 പേര് ദൈവകൃപയിൽ ആശ്രയിച്ചു എന്ന് പാടുമ്പം ഒരാൾ മാത്രം നന്ദിയോടെ സ്തുതി പാടും. ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കൊറ്റയ്ക്ക് എനിക്ക് ജയിക്കാം എന്ന ചിന്ത അത് സാത്താൻ ഉണ്ടാക്കുന്ന തന്ത്രമാണ്. ഹവ്വായെ നേരിടുകയാണ്. എന്താണ് പറയുന്നത്? ഇതൊക്കെ പൊല്ലപ്പാണെന്നേ, അതുകൊണ്ട് ഇത് കഴിച്ചോ, ഇത് പറിച്ചോ, ഒരു കാര്യം ചെയ്യ. എന്ത്? നീ ഇത് കഴിച്ചാൽ ആരെ പോലാകും? ദൈവത്തെ പോലാകും. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവത്തെ പോലായാൽ പിന്നീട് ആർക്ക് പ്രസക്തിയില്ല? ദൈവത്തിന് പ്രസക്തിയില്ല. ഞാൻ ദൈവത്തെ പോലായി കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് എന്തില്ല? പ്രസക്തിയില്ല. പ്രിയപ്പെട്ടവരെയും, ഇതാണ് സ്വാർത്ഥതയുടെ പ്രലോഭനം. ഇതാണ് അസംതൃപ്തിയുടെ പ്രലോഭനം. ഇതാണ് അസന്തുഷ്ടിയുടെ പ്രലോഭനം. ദൈവത്തെ പോലെ ആകാൻ ഹവ്വായോട് പറഞ്ഞുവെങ്കിൽ നമ്മളോട് പറയുന്നത് വ്യത്യസ്തമായ തലത്തിലാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ എന്നോട് സാത്താന്റെ പ്രലോഭനം എന്തെന്നറിയാമോ? നീ സഭയ്ക്ക് വിരുദ്ധമായിട്ട് ചിന്തിക്ക്, അപ്പോൾ നിനക്ക് ആരാകാം? പേരെടുക്കാം. നീ വിശ്വാസത്തിന് വിരുദ്ധമായി ചിന്തിക്ക്. കാരണം എല്ലാവരും പറയുന്നതിന് വിരുദ്ധമായി ചിന്തിക്കുമ്പോഴാണല്ലോ ഇന്ന് വൈറലാകുന്നത്. എല്ലാവരും ചിന്തിക്കുന്നതിനും പറയുന്നതിനും വിരുദ്ധമാകുമ്പോൾ അല്ലേ അങ്ങനെ ഇന്നത്തെ ലോകം. ഞാൻ മുമ്പ് പറഞ്ഞത്, 10 പേര് മുമ്പോട്ട് നടക്കുന്നു, ആരെങ്കിലും അത് ഫോട്ടോ എടുത്ത് വൈറലാക്കാമോ? ഇല്ല. ഒരാൾ പുറകോട്ട് നടക്കുന്നു, അതെന്ത് ചെയ്യും? വീഡിയോ എടുത്ത് വൈറലാകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഒറ്റപ്പെടുത്തുവാൻ സാത്താന്റെ പ്രലോഭനം അത് കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് സാത്താൻ പറയുന്നത്, നീ ഇത് കഴിച്ചാൽ ആരെ പോലാകും? ദൈവത്തെ പോലാകും. നിങ്ങളുടെയൊക്കെ മനസ്സിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ
അപ്രകാരം ഒരു ചിന്തയുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു കൊള്ളണം. നമുക്ക് മുന്നോട്ട് നമ്മുടെ ചിന്ത മുൻപോട്ട് പോകുമ്പോൾ അത് മനസ്സിലാക്കാം. ഇവിടെ എന്താ സംഭവിച്ചത് എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അവനും, ഇവിടെ ആരേ ഉള്ളൂ? സ്ത്രീയുണ്ട്, ഭർത്താവുണ്ട്, അവർ രണ്ടുപേരും. സത്യത്തിൽ അതായിരുന്നു ഏദനിലെ ദൈവോദ്ദേശം. ഏദനിലെ ദൈവോദ്ദേശം പാരസ്പരികതയായിരുന്നു. ദൈവം തൻ്റെ ഛായയിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് എന്താ ചെയ്തത്? ടു കീപ് ആൻഡ് ടു ടിൽ. അവിടെ ഒരു പാരസ്പരികതയുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കും, തിന്നുകയായിരുന്നെങ്കിൽ ഹവ്വ, നീ ഭർത്താവിന് മാത്രമല്ല മറ്റുള്ള ജീവികൾക്കും കൊടുത്തിരുന്നുവെങ്കിൽ, എൻ്റെ ചിന്തയാണ്, ചിലപ്പോൾ ക്ഷമിക്കണം അത് തെറ്റാണെങ്കിൽ, മറ്റുള്ളവർക്കും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവം ക്ഷമിച്ചേനെ. ഇവിടെ ആരേ ഉള്ളൂ? ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് സ്വാർത്ഥതയുടെ വലിയ തലമാണ്. ദൈവം കൽപ്പിച്ചു കഴിക്കരുത് എന്ന് പറഞ്ഞത്, പറിക്കരുത് എന്ന് പറഞ്ഞത്, നീ പറിക്കരുത്. അതാണ് പരിശുദ്ധ നോമ്പ്. ചെയ്യരുത് എന്ന് പറഞ്ഞത് ചെയ്യരുത്, അതാണ് നോമ്പ്. ശ്രദ്ധിക്കണം, നോമ്പ് വീഴ്ചയിൽ നിന്നുണ്ടായതല്ല. നോമ്പ് നോക്കാത്തത് കൊണ്ടാണ് എന്തുണ്ടായത്? വീഴ്ചയുണ്ടായത്. നോമ്പ് വീഴ്ച കഴിഞ്ഞിട്ടുണ്ടായതല്ല. നോമ്പ് നോക്കാത്തത് കൊണ്ട് എന്തുണ്ടായി? വീഴ്ചയുണ്ടായി. മനുഷ്യന്റെ അസ്വസ്ഥതയുടെ അടിസ്ഥാന കാരണം ഇപ്രകാരം സാത്താന്റെ പ്രലോഭനത്തിൽ മനുഷ്യൻ വീണ് അവന്റെ സ്വാർത്ഥത വർദ്ധിക്കുന്നത്, അവന്റെ അതൃപ്തി വർദ്ധിക്കുന്നത്, ഒന്നിനോടും അഡ്ജസ്റ്റ് ചെയ്യാനാകാതെ ഒരു സാമൂഹ്യപരമായ കാഴ്ചപ്പാടിൽ നിന്ന് മാറുമ്പോൾ എന്തുണ്ടാകും? അസ്വസ്ഥതയുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഏദനിൽ ആദാമും ഹവ്വായും സാത്താന്റെ പ്രലോഭനമായ സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ട് അവർ ഏദനിൽ നിന്ന് പുറത്തായപ്പോൾ, നമുക്കറിയാം ചരിത്രം അതാണല്ലോ ഓർമ്മപ്പെടുത്തുന്നത്. ദൈവം മനുഷ്യനായി. എന്തിനാ? മനുഷ്യനെ ദൈവീകനാക്കാൻ. നമ്മുടെ അടിസ്ഥാന പ്രമാണം അതാ. ഈ 40 നോമ്പും കഷ്ടാനുഭവാഴ്ചയും കാലുകഴുകലും ദുഃഖവെള്ളിയാഴ്ച പ്രാർത്ഥനയും ഉയർപ്പിന്റെ ശുശ്രൂഷയും എല്ലാം കാട്ടിത്തരുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റാ. എന്ത്? ഗോഡ് ബിക്കം മാൻ സോ ദാറ്റ് മാൻ ബിക്കം ഗോഡ് ലൈക്ക്. നോക്കുക, സ്വാർത്ഥതയുണ്ടാക്കുന്ന ആ സാത്താന്റെ പ്രലോഭനത്തിന്റെ മുമ്പിൽ ആദ്യ മാതാപിതാക്കൾ തളർന്നുപോയി എങ്കിൽ നമ്മുടെ കർത്താവ് അതിനെ മാറ്റുകയാണ്. അതിനെ മാറ്റി പുതിയ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുകയാണ്. എന്താണ് അതിനെ മാറ്റിയത്? എങ്ങനെയാണ്? ഈ സ്വാർത്ഥതയെ, അഹങ്കാരത്തെ, അസംതൃപ്തിയെ കർത്താവ് എങ്ങനെയാണ് മാറ്റിയത്? നമ്മുടെ പിതാക്കന്മാര് പാടുന്നു, പൂർവികമവകാശം നാം പ്രാപിച്ചിടുവാൻ നമ്മുടെ നോമ്പിനെ ആയുധമായി നൽകി. പൂർവികമായ അവകാശം നാം പ്രാപിക്കുവാൻ നമ്മുടെ നാഥൻ എന്തിനെ നൽകി? നോമ്പിനെ ആയുധമായി നൽകി. പ്രിയപ്പെട്ടവരെ, രാത്രിയിലും അസ്വസ്ഥമാകുന്ന ജീവിത സാഹചര്യങ്ങളിൽ അതിനൊരു ബദൽ ജീവിതമാണ് എന്ത്? നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയ നോമ്പിന്റെ ജീവിതം. നോമ്പിന്റെ ജീവിതം, ബർസൗമോ, നോമ്പിന്റെ പുത്രൻ. നമ്മുടെ കർത്താവ് നോമ്പിന്റെ പുത്രനായിരുന്നു. എങ്ങനെയാണ് ഈ സ്വാർത്ഥതയുടെ അസ്വസ്ഥതയുണ്ടാക്കുന്ന അവസ്ഥ പരിശുദ്ധ നോമ്പിലൂടെ നമ്മുടെ കർത്താവ് മായ്ച്ചു കളഞ്ഞത്? നോക്കുക, വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 3-ാമത്തെ വാക്യവും 4-ാം അധ്യായം 11-ാമത്തെ വാക്യവും. ഇത് വളരെ ശ്രദ്ധയോടെ നാം പഠിക്കേണ്ട 2 വാക്യങ്ങളാണ്. വിശുദ്ധ മത്തായി 4:3, വിശുദ്ധ മത്തായി 4:11. എന്താണ് 4:3 കാണുന്നത്?
അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. 4:11 കാണുന്നത്, അപ്പോൾ സാത്താൻ അവനെ വിട്ടുപോയി. അപ്പോൾ എന്നതിന് തിരുമേനിയുടെ മുമ്പിൽ വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ ഭാഷയൊക്കെ പറയുന്നത് അപകടമാണെന്ന് എനിക്കറിയാമെങ്കിലും നമ്മൾ വചനം പഠിക്കുകയും കൂടെയാണല്ലോ വചനപ്രഘോഷണങ്ങളിൽ ഉണ്ടാകുന്നത്. കേവലം വൈകാരികമായ ചില ചിന്തകൾ പങ്കുവെക്കുക മാത്രമല്ലല്ലോ. അപ്പോൾ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ടോട്ടെ എന്ന വാക്ക. എന്താണ് ടോട്ടെ? ആ വാക്കിന്റെ അർത്ഥം ഓൺ ദ സ്പെസിഫൈഡ് ടൈം. ഓൺ ദ സ്പെസിഫൈഡ് ടൈം. നമ്മൾ അതിനെ ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ സൈമൾട്ടേനിയസ്ലി എന്ന് പറയും. ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, പഠിപ്പിക്കുന്നവർക്കറിയാം. സൈമൾട്ടേനിയസ്ലി എന്ന് വെച്ചാൽ ഓൺ ദ സ്പെസിഫൈഡ് സ്റ്റിപ്പുലേറ്റഡ് ടൈം. ഒട്ടും നേരത്തെയുമല്ല, ഒട്ടും പിന്നാലെയുമല്ല. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ രണ്ടു വാക്യങ്ങളുടെ അർത്ഥം? അപ്പോൾ പ്രലോഭകൻ അവനെ സമീപിച്ചു. പിതാക്കന്മാര് പറയുന്നത് സാത്താൻ ഒട്ടും പിടികിട്ടാത്തൊരു കാര്യം നമ്മുടെ കർത്താവ് നോമ്പ് നോറ്റതാ. ബാക്കി കാര്യങ്ങളെല്ലാം സാത്താൻ അറിയാമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ കർത്താവ് മശിക നോമ്പ് നോക്കുമെന്ന ഒരു ചിന്തയില്ല. അവൻ കന്യാസുതനാണ് എന്നതുണ്ട്, അവൻ സഫറിംഗ് സെർവൻ്റ് ആണ് എന്നതുണ്ട്, അവൻ നമുക്ക് വേണ്ടി യാഗമായി തീരും എന്നതുണ്ട്. പക്ഷേ എന്തില്ല? നോമ്പ് നോക്കും എന്ന ആശയം ഇല്ല. പിതാക്കന്മാര് പറയുന്നത് സാത്താൻ കർത്താവ് നോമ്പ് നോക്കിയപ്പോൾ പേടിച്ചുപോയി. കാരണം ഇത് ക്രിസ്തു ചെയ്യുമെന്ന് ആര് കരുതിയില്ല? സാത്താൻ കരുതിയില്ല. ഞാൻ പറഞ്ഞല്ലോ, വെർജിൻ ബർത്ത് സാത്താൻ അറിയാം. അതുകൊണ്ട് പിതാക്കന്മാര് പറയുന്നുണ്ട് സാത്താൻ കന്യകമാരെ ലക്ഷ്യമിട്ടിരുന്നു. കാരണം കന്യക ഗർഭിണിയായി അങ്ങനെയാണ് മശിക വരുന്നത്, മശികയുടെ ഇൻകാർനേഷൻ. അപ്പൊ കന്യകമാരെ ലക്ഷ്യമിട്ട പിന്നെ എന്ത് ഈ സംഭവം നടക്കില്ലല്ലോ, വെർജിൻ ബർത്ത് ഉണ്ടാകില്ലല്ലോ. അതുകൊണ്ട് സാത്താൻ കന്യകമാരെ ലക്ഷ്യമിട്ടിരുന്നു. രസകരമായ ഒരു വ്യാഖ്യാനം ഇതാണ്: നസ്രയത്തിൽ ആരുടെ അടുക്കലേക്കാണ് മാലാഖ് ചെന്നത്? വിശുദ്ധ ലൂക്കോസ് 1:26 അവിടെ കാണുന്നത് ജോസഫുമായി വിവാഹ നിശ്ചയം നടത്തിയിരുന്ന ഒരു കന്യകയുടെ അടുക്കലേക്ക്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ ചിന്തയൊന്ന് പ്രോജ്വലിപ്പിച്ചേ. വെറുതെ ഒരു കന്യകയുടെ അടുക്കലേക്ക് എന്ന് പറഞ്ഞാൽ പോരായോ? എന്തിനാണ് ജോസഫുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുക്കലേക്ക്? പിതാക്കന്മാര് പറയുന്നത് കന്യകയാണ് മറിയം എന്നത് പ്രൂവ് ചെയ്യുകയും വേണം, എന്നാൽ സാത്താനെ കബളിപ്പിക്കുകയും വേണം. വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് അവർക്ക് ഒരുമിച്ച് ജീവിക്കാം. സെക്സ്വൽ കണക്ഷൻസ് ഫോർബിഡൻ അല്ല, വേണമെങ്കിൽ ആകാം. അപ്പോ ജോസഫുമായി കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ മറിയം ആരല്ല, വെർജിൻ അല്ല. അതാരെ തോപ്പിക്കാൻ, ആരെ ട്രാപ്പിലാക്കാനാ? സാത്താനെ. മറിയം വെർജിൻ അല്ല. ഇനിയും മറിയത്തിന്റെ ഗർഭം എങ്ങനെയാണ് എന്നതിന്റെ സാക്ഷി ആരാ? ജോസഫ. അദ്ദേഹത്തിൽ കൂടെ അല്ല എന്നതും മറ്റൊരാളിലൂടെ അല്ല എന്നതും അതിന്റെ രണ്ടിന്റെയും സാക്ഷി ആരാ? ജോസഫ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും സ്ട്രെസ് ഉണ്ടായത്, അത്രയും ഹൃദയവേദന ഉണ്ടായത്. ഈ എങ്ങനെയെങ്കിലും ഗർഭിണിയായാൽ അദ്ദേഹത്തിന് അത്രയും വേദന ഉണ്ടാകില്ല. കാരണം വിവാഹ നിശ്ചയം കഴിഞ്ഞു. അതുകൊണ്ട് തന്നിൽ നിന്നുമല്ല എന്നതും മറ്റൊരാളിൽ നിന്നുമല്ല എന്നതും ആരാണ് അതിന്റെ വിറ്റ്നസ്? അത് ജോസഫ. പക്ഷെ അതേ സമയത്ത് തന്നെ വിവാഹം നിശ്ചയിച്ചതുകൊണ്ട് ആരെ ട്രാപ്പിലാക്കി? കന്യകയെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബാക്കിയെല്ലാം സാത്താൻ അറിയാമായിരുന്നു. അത്ഭുതം നടത്തുമെന്നും ഭൂതങ്ങളെ പുറത്താക്കുമെന്നും ഓരോന്നും അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. രോഗികളെ സൗഖ്യമാക്കുമെന്നും മരിച്ചവനെ ഉയർപ്പിക്കുമെന്നും ഭൂതങ്ങളെ പുറത്താക്കുമെന്നും ഇതെല്ലാം ആർക്കറിയാം? സാത്താൻ അറിയാം. പക്ഷേ ഒരു കാര്യം മാത്രം സാത്താന്റെ പിടിയിൽ നിന്നില്ല. എന്ത്? യേശു ക്രിസ്തു, ലോകത്തിന്റെ രക്ഷിതാവ്, ദ മെസ്സയ, ദി അനോയിന്റഡ് വൺ, അവൻ നോമ്പ് നോക്കുന്നത് സാത്താന്റെ പദ്ധതിയിൽ
ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് 4:3 പറയുന്നത്, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ടോട്ടെ 40 രാവും 40 പകലും നോമ്പ് നോക്കിയപ്പോൾ സാത്താൻ എവിടേക്ക് വന്നു? കർത്താവിന്റെ അടുക്കൽ. നോക്കുക പ്രിയപ്പെട്ടവരെ, ഏദനിൽ ഒറ്റയ്ക്ക് ഹൗവായെ നേരിട്ട സാത്താൻ ഇപ്പോൾ ഒറ്റയ്ക്ക് ആരെ നേരിടുന്നു? മശിഹായെ നേരിടുന്നു. നമുക്കറിയാം, ഈ സാത്താന്റെ പ്രലോഭനത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സംഭവം അത് കൊല്ലക്കൂടി സൂചിപ്പിക്കുന്നത് പോലെയാണ് കോട്ടയം ഭദ്രാസനത്തിൽ ഞാൻ പറഞ്ഞാൽ. പക്ഷേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ദൃക്സാക്ഷികളില്ലാത്ത ഏക സംഭവമാണ് എന്ത്? ഈ പ്രലോഭനത്തിന്റെ സംഭവം. യാതൊരു ദൃക്സാക്ഷികളും ഇല്ല. ആര് മാത്രമേ ഉള്ളൂ? കർത്താവും പിന്നെ കുറെ വന്യമൃഗങ്ങളും, ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ സാത്താനും. അപ്പൊ പിന്നെ ഈ സംഭവം ലോകത്തോട് തൻ്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞത് ആരായിരിക്കും? കർത്താവ് തന്നെയായിരിക്കും. മറ്റ് വിറ്റ്നസ് ആരുമില്ല. മറ്റുള്ള എല്ലാ സംഭവങ്ങളിലും ചെറുതോ വലുതോ ആയ ഏതെങ്കിലും ഒരു വിറ്റ്നസ് ഉണ്ട്. പക്ഷേ ഇതിൽ മാത്രം ആരില്ല? സാക്ഷികളില്ല. ദൃക്സാക്ഷികളില്ലാത്ത ഈ സംഭവം കർത്താവ് തന്നെയായിരിക്കും തൻ്റെ അപ്പോസ്തലന്മാർക്ക് പറഞ്ഞുകൊടുത്തത്. സുവിശേഷ രചനയിൽ കർത്താവ് തന്നെ അവർക്കത് മനസ്സിലാക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അത്രത്തോളം ഗൗരവമാണ് സാത്താന്റെ പ്രലോഭനത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏദനിൽ ആദ്യ മാതാപിതാക്കളെ സമീപിച്ച സാത്താൻ ഇവിടെ എന്ത് ചെയ്യുക? കർത്താവിനെ സമീപിക്കുകയാണ്. പക്ഷേ അവിടുന്ന് സ്വാർത്ഥതയിലേക്ക് വീഴേണ്ട 3 സാഹചര്യങ്ങളെയും എന്തു ചെയ്തു? അതിജീവിച്ചു. സ്വാർത്ഥതയിലേക്ക് വീഴേണ്ട 3 സാഹചര്യങ്ങളെയും അതിജീവിച്ചു. എന്തൊക്കെയാണ് സാഹചര്യങ്ങളെന്ന് ഞാൻ പ്രത്യേകിച്ചൊരു വ്യാഖ്യാനം വേണ്ട. ഒന്നാമത്തെ പ്രലോഭനം. എന്താണ് പ്രലോഭനം? ഒരുവന്റെ അവസ്ഥയും നിയോഗവുമായി പൊരുത്തമില്ലാത്ത ഘടകങ്ങളോട് ഓരോ മനസ്സിലും രൂപപ്പെടുത്തുന്ന ഉദ്ദീപനവും ആഭിമുഖ്യവുമാണ് പ്രലോഭനം. അല്ലോ, മനസ്സിലായോ? പിടികിട്ടിയില്ലല്ലേ? എന്നാ പിന്നെ ലളിതമായിട്ടങ്ങ് പറയാം. അവനവന്റെ സ്ഥാനത്തിനും മാനത്തിനും നിയോഗത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുവാനുള്ള പ്രേരണയുടെ പേരാണ് എന്ത്? പ്രലോഭനം. ഇത്രയേ ഉള്ളൂ. ഞാൻ അച്ഛന, മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഒരു അച്ഛന. എന്നിലുള്ള പ്രലോഭനം എന്തായിരിക്കും? എൻ്റെ അച്ചത്തരത്തിന് എതിരായി പ്രവർത്തിക്കുക. അതിനപ്പുറത്തേക്ക് പറയും ഞാൻ ആളല്ല കേട്ടോ. എന്നിലുള്ള പ്രലോഭനം ഇതേ ഉള്ളൂ. എൻ്റെ സ്ഥാനത്തിനും എൻ്റെ നിയോഗത്തിനും എൻ്റെ വിളിക്കും വിരുദ്ധമായി പ്രവർത്തിക്കുവാനുള്ള പ്രേരണ, സ്റ്റിമുലി, അതിൻ്റെ പേരാണ് എന്ത്? പ്രലോഭനം. സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം ഓരോരുത്തരും. ഞാൻ ചോദിക്കുന്നുണ്ട്. അത് എന്നെ SP അടിക്കാനല്ല. ദൈവമേ, എൻ്റെ സ്ഥാനത്തിന് വിരുദ്ധമായി ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ സ്ഥാനത്തിന് വിരുദ്ധമായി എൻ്റെ വാക്കുകളുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഓരോരുത്തർക്കും ദൈവം ചില നിയോഗം തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള നിയോഗങ്ങൾ അത് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ്, അത് മനസ്സിലാകാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് പ്രലോഭനത്തിൽ നമ്മൾ വീണു പോകുന്നത്. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ ഫിലോസഫർ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്: 2 days are important. 2 days are important. The day that you born, the day that you understand for what purpose. 1, ജനിച്ച ദിവസം. 2, to discern, to understand for what purpose. അമ്മ ചിന്തിക്കണം, അച്ഛ ചിന്തിക്കണം, നീ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത്? തലേ കൈവച്ച് നാട്ടുകാർ പറയരുത് ഈ സമയത്തൊരു വാഴയായിരുന്നു വെച്ചിരുന്നതെങ്കിൽ എന്ന് പറയരുത്. കാരണം നമ്മുടെ നിയോഗത്തിന് അതിൻ്റെതായ വിലയുണ്ട്, അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അവനവന്റെ നിയോഗങ്ങൾ മറക്കുന്നതാണ്, മറക്കാനുള്ള ഉദ്ദീപനമാണ് യഥാർത്ഥത്തിലുള്ള പ്രലോഭനം. അവനവന്റെ നിയോഗങ്ങൾ മറക്കാനുള്ള സ്റ്റിമുലി, അതാണ് പ്രിയപ്പെട്ടവരെ അസ്വസ്ഥതയുണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ അസംതൃപ്തി ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥത വളർത്തുന്നത്. എൻ്റെ നിയോഗത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാനുള്ള സാത്താൻ്റെ, അവിടെ സാത്താൻ നമ്മൾ പറയുന്നതേ ഉള്ളൂ, സാത്താൻ്റെ ആ പ്രേരണയ്ക്ക് മുമ്പിൽ ഞാൻ അയഞ്ഞു കൊടുക്കുമ്പോൾ
അതിൻ്റെ പേരാണ് എന്താ? പ്രലോഭനം. ഇവിടെയാണ് ആദ്യം മാതാപിതാക്കൾക്ക് സംഭവിച്ചത്. അവർ അയഞ്ഞു കൊടുത്തു. എന്നാൽ ഇതാ ക്രിസ്തുവിൻ്റെ അടുക്കൽ പ്രലോഭകൻ അടുത്തു വരികയാണ്. നമുക്കറിയാം, നോമ്പുകാലം തുടങ്ങിയാൽ സാത്താൻ്റെ പേര് മാറും. അച്ഛന്മാർക്കറിയാമെങ്കിലും വിശ്വാസികൾ ആരെങ്കിലും ഒരു ഉത്തരം പറയാമോ? വെരി ഗുഡ്. 100 രൂപ തരണമെന്നുണ്ട്, പക്ഷെ അവിടെ വരെ കൊണ്ടുതരാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് തരുന്നില്ല. വെരി ഗുഡ്. ആകൽ കറുസ, ഓക്കൽ കറുസോ വാക്കിന്റെ അർത്ഥം എന്താ? ടെംപ്റ്റർ. മാലിന്യം ഭുജിക്കുന്നവൻ എപ്പോഴും ട്രാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അയാൾ എപ്പോഴും ട്രാപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെയും, ഇതാണ് സാത്താൻ. മേക്കിംഗ് ട്രാപ്സ് ആൻഡ് ട്രിക്സ്. ഇതാണ് സാത്താന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നോമ്പ് കാലത്ത് അതുകൊണ്ടാണ് സാത്താന്റെ പേര് മാറി. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. പ്രലോഭകൻ. നോക്കുക, കർത്താവ് നോമ്പ് നോക്കിയപ്പോൾ ടോട്ടെ അറ്റ് ദ സെയിം ടൈം അയാൾ എന്ത് ചെയ്തു? അടുത്തു വന്നു. 4:11 പറയുന്നു, then ടോട്ടെ the devil left him. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. നോമ്പിൽ നിന്നുയരുന്ന യഥാർത്ഥ സുഗന്ധത്തിൻ്റെയും ആകൃതിയുടെയും ഫലമായി ദൈവകൃപയെ പ്രാപിക്കുവാൻ ഒരാൾ ഒരുങ്ങുമ്പോൾ സാത്താൻ എന്തുമായി വരും? പ്രലോഭനവുമായി. 3 പ്രലോഭനങ്ങൾ കമ്പിവാചകങ്ങളിൽ പറഞ്ഞ് എനിക്ക് തന്ന സമയത്തിന്റെ ഇടയിൽ തന്നെ ഞാൻ നിർത്തിക്കൊള്ളാം. 3 പ്രലോഭനങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. കല്ല് അപ്പമാകുക. എന്താണ് അതിന്റെ പ്രസക്തി? കല്ലപ്പമാകുക എന്നതിന്റെ പ്രസക്തി എന്താണ്? അതെങ്ങനെയാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, കല്ലപ്പമാകുമോ? കർത്താവിന് അപ്പം വേണ്ടാഞ്ഞിട്ടാണോ? എത്രയോ വിരുന്നുകളിൽ അവിടുന്ന് പങ്കെടുത്തിട്ടുണ്ട്. യേശു ക്രിസ്തു പങ്കെടുത്തതുപോലെ വിരുന്നുകളിൽ പങ്കെടുത്ത ഒരാളില്ല. 1-ാമത്തെ ദിവസം തന്നെ എന്തായിരുന്നു? വിരുന്ന്, കല്യാണ വിരുന്ന്. 5 കോഴ്സ് 7 കോഴ്സ് ഡിന്നർ. എല്ലാം വിരുന്നുകൾ അല്ലേ? ചുങ്കക്കാരന്റെ വീട്ടിൽ വിരുന്ന്, പാപിനിയുടെ വീട്ടിൽ വിരുന്ന്, ലാസറിന്റെ വീട്ടിൽ വിരുന്ന്. ഇത്രയും ഭക്ഷണം സ്നേഹിക്കുകയല്ല, ഭക്ഷണത്തെ സ്നേഹിക്കുകയായിരുന്നില്ല, പക്ഷേ ഭക്ഷണം കൊണ്ട് ആളുകളെ കീഴടക്കിയ മറ്റൊരാളില്ല. വിരുന്നുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെന്താ? ഈ കല്ലപ്പമായി തീരുക എന്ന് കൽപ്പിക്കുമ്പോൾ കർത്താവ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിലെ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പ്രത്യുത്തരം കൊടുത്ത് സാത്താന്റെ പ്രലോഭനത്തെ അതിജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത്, കല്ലപ്പമാകുമോ? എന്റെ ചോദ്യം ഇതാ. കൃഷി നമ്മുടെ ഇടയിൽ നിന്ന് പോയതിന്റെ ഗതികേടാണ് ഈ കാണുന്നത്. കല്ലപ്പമാകുമോ? ഞാൻ കൃഷിക്കാരനെന്ന് പറയില്ല, പക്ഷെ കൃഷി എനിക്ക് സ്നേഹമാണ്. കാരണം ഒരു നസ്രാണിയുടെ പാരമ്പര്യ തൊഴിലാണ് എന്ത്? കൃഷി. കാത്തിരിക്കാനുള്ള മനസ്സ് ലഭിക്കുന്നത് എവിടെ നിന്നാ? കൃഷിയിൽ നിന്നാ. വ്യാപാരത്തിൽ കിട്ടത്തില്ല. വ്യാപാരത്തിൽ ലെസ് എഫർട്ട് മോർ കംഫർട്ട്. എത്ര രൂപ കുറച്ച് ചെലവാക്കി എത്ര രൂപ കൂടുതൽ കിട്ടും. അതാണ് വ്യാപാരത്തിന്റെ ബേസിക്. കൃഷി അതാണ് അല്ല. ഒരു നെല്ല്, ഒരു വിത്തിട്ടാൽ നമ്മൾ 8 മാസം കാത്തിരിക്കും. നമ്മൾ റബ്ബർ നട്ടാൽ, പോട്ടെ ഇനി കൃഷി നെല്ലെന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമാണെങ്കിൽ, ഒരു റബ്ബർ നട്ടാൽ 105 നട്ടാൽ എത്ര നാൾ കാത്തിരിക്കും? 7 വർഷം. ഒരു മാംഗോയിസ്റ്റിൻ നട്ടാൽ 10 വർഷം. എല്ലാറ്റിനും ഒരു കാത്തിരിപ്പുണ്ട്. അതാണ് കൃഷിയുടെ വേദശാസ്ത്രം. എല്ലാറ്റിനും ഒരു കാത്തിരിപ്പുണ്ട്. പക്ഷേ ഈ കാത്തിരിപ്പ് മാറിയിട്ട് ആസക്തിയായി. അതാണ് ഞാൻ പറഞ്ഞത്, കല്ലപ്പമാകുമോ? എന്താണ് സാത്താൻ പറയുന്നത്? ഇപ്പോൾ നീ ഈ കല്ലിനെ എന്താക്കണം? അപ്പമാക്കണം. അതിന്റെ പേരാണ് പ്രിയപ്പെട്ടവരെ വയലൻസ്. ഇപ്പോൾ കല്ലപ്പമായി തീരണം. അതാണ് എന്ത്? വയലൻസ്, ആസക്തി, അക്രമം. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ പറയുന്നത്, ഇന്നത്തെ സിനിമകൾക്ക് എന്തില്ലെന്ന്? വയലൻസ്. പറഞ്ഞേ, വയലൻസ് കുറവാണെന്ന്. കൊറിയൻ സൈറ്റുകളിൽ കാണുന്ന ഗെയിം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അച്ഛന് കൃത്യമായിട്ട് അറിയാം. കാരണം നിങ്ങൾ പിള്ളേരെയും കൊണ്ടല്ലേ കൺവെൻഷന് വന്നേ? അല്ലയോ? ആണ്. പിള്ളേരെയും കൊണ്ടല്ലേ വന്നേ? ഓ, വീട്ടിലാണോ? ശരി, വെരി ഗുഡ്. എന്നിട്ട് റിമോട്ട് എവിടെയാ? വീട്ടിലാണോ? കൂടെ ഉണ്ടോ? നെറ്റിന്റെ പാസ്വേഡ് അവിടെയാണോ ഇവിടെയാണോ?
അവർ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുക. ഞാനതിനെ കുറ്റപ്പെടുന്നത് ഞാൻ ആളല്ല കേട്ടോ. കാരണം പക്ഷേ ഇങ്ങനെ കൊറിയൻ സൈറ്റുകളിലുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വയലൻസിന് അടിമപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, കല്ലപ്പമാകുക എന്ന് വെച്ചാൽ നീ വിയർക്കാതെ ഭക്ഷിക്കണം. ദൂരക്കാഴ്ചകളില്ലാതെ പെട്ടെന്ന് മാറ്റമുണ്ടാകണം. അസ്വാഭാവികവും അവസരമാത്ര പ്രധാനവുമായ ഒരു മാറ്റം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കല്ലപ്പമാകുമോ? ആകും. നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയല്ലായിരുന്നു. നമ്മുടെ അപ്പച്ചന്മാര് നേരം വെളുക്കുമ്പോൾ മയിലിന്റെ നമസ്കാരം നടത്തി. ഏത് നമസ്കാരം അറിയാമോ? എന്താ സാധനമൊന്നും? ദൈവത്തിന് സ്തോത്രം. പിള്ളേരില്ലാത്തതിൻ്റെ ഒരു ഗുണം ഇതാ. ഞാനിപ്പോൾ 2 മാസം മുമ്പ് വെളിയിൽ പോയതിൻ്റെ കാര്യമൊന്നും പറയാനല്ല. കേരളത്തിൻ്റെ വെള്ളിയിലൊരു പള്ളിയിൽ ചെന്നിട്ട് ഈ അറിയാതെ പറഞ്ഞു പോയി മയിലിൻ്റെ നമസ്കാരം. അപ്പം മയിലെന്ന് കേട്ടപ്പോൾ മുന്നിലിരിക്കുന്ന അടുത്ത കൊച്ചിനോട് ചോദിച്ചു, വാട്ട് അച്ഛൻ ഈസ് സെയിങ്? അവിടുത്തെ പിള്ളേർ ഭയങ്കര മിടുക്കരായിരുന്നു. അപ്പോൾ തൊട്ടടുത്തിരുന്ന കൊച്ചിനോട് കൊച്ചിനോട് പറയുക, അച്ഛൻ ഈസ് സെയിങ് അബൌട്ട് പീകോക്ക്. അന്യം നിന്ന് പോയില്ലേ ഈ നമസ്കാര ക്രമങ്ങൾ? കർത്താവേ, നിന്നെ സ്തോത്രം ചെയ്യുന്നതും ഉന്നതപ്പെട്ട തിരുനാമത്തിന് പാടുന്നതും പ്രഭാത സമയത്ത് നിന്റെ കൃപയും രാത്രികാലങ്ങൾ നിന്റെ വിശ്വാസവും അറിയിക്കുന്നതും എത്ര നല്ലതാകുന്നു. കർത്താവേ, പ്രഭാത സമയത്ത് എൻ്റെ ശബ്ദം നീ കേൾക്കണമേ. പ്രഭാത സമയത്ത് ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ. കർത്താവേ, ബാക്കി കർത്താവേ. അത് പുതിയ മലയാളം. പഴയ മലയാളം അക്ഷരാഭ്യാസമില്ലാത്ത എൻ്റെ അമ്മച്ചി പ്രാർത്ഥിച്ചിരുന്നത് അങ്ങനെയല്ല. കർത്താവേ, ലോകരൊക്കെയോടും കരുണ ചെയ്യണമേ. അതാണ് യഥാർത്ഥ ഭാവം. ഞാനും എൻ്റെ ആളും എന്നതാണ് ഏദനിലുണ്ടാക്കിയ സ്വാർത്ഥതയെങ്കിൽ, നമ്മുടെ കർത്താവ് നമുക്ക് തന്നത് ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ നമ്മൾ പ്രാർത്ഥിക്കുകയാ. കർത്താവേ, ലോകരൊക്കെയോടും. അവിടെ ജാതി ചോദിച്ചില്ല, അവിടെ മതം ചോദിച്ചില്ല, അവിടെ ഏതാണ് വർഗമെന്ന് ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആസക്തികൾ അതാണ് കല്ല് അപ്പമായി തീരുവാനുള്ള പ്രലോഭനം നമുക്കുണ്ടാകുന്നുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുക, ആസക്തികൾ എന്നിലുണ്ടോ? ദൂരക്കാഴ്ചയില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടോ? പെട്ടെന്നുണ്ടാകുന്ന ചില കാര്യങ്ങളിൽ അസ്വാഭാവികവും അവസരമാത്ര പ്രധാനവുമായി ഞാൻ ഇടപെടുന്നുണ്ടോ? അവിടെ ആ പ്രലോഭനത്തെ ആര് നേരിട്ടു? സത്യത്തിൽ കല്ലപ്പമായി തീരാൻ അപ്പോഴൊന്ന് കൽപ്പിച്ചിരുന്നെങ്കിൽ എന്തോരം കർത്താവിന് മൈലേജ് കൂടിയേനെ. കർത്താവിൻ്റെ വിശപ്പും തീർന്നേനെ, ആരെങ്കിലും പുറകെ വന്ന അവരുടെ വിശപ്പും തീർന്നേനെ. പക്ഷേ കർത്താവ് അവിടെ എന്ത് ചെയ്തില്ല? ആ പ്രലോഭനത്തിന് വീണില്ല. കാരണം അത് സ്വാർത്ഥത നിറയ്ക്കുന്നതാണ്. കല്ലപ്പമാകും എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അപ്പച്ചന്മാര് കല്ല് കിളച്ച് കയ്യാലയാക്കി. കുന്താലി കണ്ടിട്ടുണ്ടോ? ഇനി DPP കണ്ട് ഞാൻ പറയേണ്ടി വരും. DPP കുന്താലി, ലുക്ക് ദിസ് ഇസ് എ കുന്താലി എന്ന് പറയേണ്ടി വരും. കുന്താലി കണ്ടിട്ടുണ്ടോ? കിളയ്ക്കാനൊരു സാധനമുണ്ട്, ഒരു മാടുണ്ട്. അത് വെച്ച് എന്നാ ചെയ്യും? കട്ടയ്ക്കൊരു അടിയെടുക്കും. അപ്പൊ കട്ട പൊടിഞ്ഞ് എന്താകും? മണ്ണാകും. അവിടെ കപ്പയിടും. 1 വർഷം കഴിയുമ്പോൾ കല്ല് എന്താകും? കപ്പയാകും. കാത്തിരിക്കണം. ഇന്ന് ആത്മീയതയിൽ പോലും ഈ കാത്തിരിപ്പിൻ്റെ ആ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല, എല്ലാം വേഗത്തിൽ കിട്ടണം അല്ലേ? അതിന് വേണേൽ ഉടമ്പടിയും ചെയ്യും, ഉടമ്പടി റിന്യൂവും കൂടെ ചെയ്യും. അതാ എനിക്കൊന്നും മനസ്സിലാകാത്ത. ഉടമ്പടി എടുക്കുക മാത്രമല്ല, അത് 1 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ചാർജ് കുറഞ്ഞു പോകും. അപ്പോൾ എന്ത് ചെയ്യണം? റിന്യൂ ചെയ്യണം. പ്രിയപ്പെട്ടവരെയും, ഒരു ഉടമ്പടിയും വേണ്ട. ആസക്തികൾ ഉപേക്ഷിക്കുക. രണ്ടാമത്തെ 2-3 പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്തിക്കൊള്ളാം. രണ്ടാമത്തത് എന്താണ്? നീ ഒരു ഉയർന്ന ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, നീ താഴോട്ട് ചാടുക. അങ്ങനെയാണോ പറഞ്ഞേ? അതാ നമ്മുടെ ചിന്ത. നീ താഴോട്ട് ചാടുക എന്നാണോ പറഞ്ഞേ? അല്ല. പിന്നെന്താ പറഞ്ഞേ? കർത്താവിനോട് പറയുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കർത്താവിനോട് പറയുന്നത് എങ്ങനെയാണ്? ബാലേ സഓട്ടോൺ കാട്ടു. ഇതാണ് കർത്താവിനോട് പറയുന്നത്. എന്താണ് പറയുന്നത്? ബാലേ സഓട്ടോൺ കാട്ടു. ബാലേ എന്ന് വെച്ചാൽ കാസ്റ്റ്, സവോട്ടോൺ എന്ന് വെച്ചാൽ തൈസെൽഫ്.
കാട്ടു എന്ന് വെച്ചാൽ ഡൗൺ. മലയാളത്തിൽ താഴോട്ട് ചാടാൻ ഇംഗ്ലീഷിൽ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? യു ത്രോ യുവർ സെൽഫ് ഡൗൺ. യു ത്രോ യുവർ സെൽഫ് ഡൗൺ എന്ന് വെച്ചാൽ നിന്റെ അസ്തിത്വത്തിൽ നിന്ന് നീ എന്ത് ചെയ്യണം? പിന്മാറണം. നിന്റെ നിലവാരത്തിൽ നിന്ന് നീ എന്ത് ചെയ്യണം? പിന്മാറണം. നിന്റെ നിലപാടുകളിൽ നിന്ന് നീ പിന്മാറണം. കൃത്യമായി പറഞ്ഞാൽ നിന്റെ അന്തസ് കളയണം. രണ്ടാമത്തെ പ്രലോഭനം അതാ. ഒന്നാമത്തെ പ്രലോഭനം എന്താണ്? ആസക്തിയെ നീ ആസക്തി വർദ്ധിപ്പിക്കണം. രണ്ടാമത്തെ പ്രലോഭനം എന്താണ്? നീ നിന്റെ അന്തസ്, യു ത്രോ യുവർ സെൽഫ് ഡൗൺ. അല്ലാതെ ചാടാനല്ല. ചാടാനായിരുന്നെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് പറയണം? യു ജമ്പ് എന്ന് പറയണം. പക്ഷെ ജമ്പ് എന്നല്ല കാണുന്നത്. പിന്നെ എന്താണ്? യു ത്രോ യുവർ സെൽഫ് ഡൗൺ എന്ന് വെച്ചാൽ നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നീ താഴോട്ട് വരണം. അനുഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? അപ്പൻ അപ്പനാ, അച്ഛൻ അച്ഛനാ, അമ്മ അമ്മയാ. ആ നിലവാരത്തിൽ നിന്ന് താഴോട്ട് വീഴുമ്പോഴൊക്കെ അത് സാത്താന്റെ പ്രലോഭനമാണ്. ഞാൻ എൻ്റെ സമയത്തിന്റെ ചുരുക്കം മൂലം ഞാൻ കമ്പിവാക്കുകളിൽ പറഞ്ഞു മുൻപോട്ട് പോകുകയാണ്. രണ്ടാമത്തത് അന്തസ് കളയണം. യു ത്രോ യുവർ സെൽഫ് ഡൗൺ. മൂന്നാമത്തത് എന്താണ്? എല്ലാവർക്കും അറിയാവുന്നതാ. ഈ രണ്ട് കാര്യങ്ങളിൽ അവിടെയും കൂടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു പ്രിഫിക്സ് ഉണ്ട്. എന്താണ്? ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്, നീ ദൈവപുത്രൻ എങ്കിൽ. ഞങ്ങൾ അച്ഛന്മാർക്കൊക്കെ അറിയാം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ വീഴുന്ന ഒരു വാക്കാ അല്ലേ? അച്ഛനൊരു അച്ഛനാണെങ്കിൽ. എന്നെക്കുറിച്ചാ പറയുന്നത്, നിങ്ങളെക്കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരെ കുറിച്ചൊന്നും അല്ല. പൊതുയോഗം നടത്തുമ്പോൾ ഞാൻ വീണു പോകുന്ന ഒരു കാര്യം ഇതാ. ഞാൻ ഇരുന്ന പള്ളിക്കാർക്കെല്ലാം അറിയാം. ആരെങ്കിലും എൻ്റെ മുഖത്തേക്ക് നോക്കി അച്ഛനൊരു അച്ഛനാണെങ്കിൽ ചെയ്യാൻ പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? പിന്നെ എല്ലാം കളഞ്ഞിട്ടൊരു ചെയ്ത. പ്രിയപ്പെട്ടവരെ, സാത്താൻ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ ഇതാ പറയുന്നത്, ഇഫ് യു ആർ ദി സൺ ഓഫ് ഗോഡ്. ഈഗോയിസ്റ്റിക് ആക്കാൻ, സ്വാർത്ഥതയിലേക്ക് വരാൻ കർത്താവ് നിന്നില്ല. ഞാൻ അച്ഛനാണെന്നുള്ള കാര്യം എനിക്കറിയാമടാ, ഞാൻ ക്രിസ്തുവാണെന്നുള്ള കാര്യം എനിക്കറിയാം. അവനവന്റെ നിലവാരത്തിൽ നിന്നും നിലപാടിൽ നിന്നും അതപ്പതിച്ചാൽ അത് അബദ്ധമാകും. മൂന്നാമതായിട്ട് എന്താ ചെയ്തത്? ഉയർന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം, ഈ കാണുന്നതെല്ലാം നിനക്ക് തരാം. ഇവാഗ്രസ് എന്ന പിതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവാണ്. ഹു ഈസ് എ തിയോളജിയൻ എന്നതിന് അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. വൺ ഹു പ്രൈസ് പ്രോപ്പർലി ഈസ് എ തിയോളജിയൻ. സെമിനാരിയിലെ ഡിഗ്രി ക്ലാസ്സുകളിലെ അല്ലെങ്കിൽ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ കോട്ട് ചെയ്യുമ്പോഴല്ല, പിന്നെ വൺ ഹു പ്രൈസ് പ്രോപ്പർലി ഹീസ് എ തിയോളജിയൻ. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു പുസ്തകമാണ് ഓൺ ദ പ്രാക്ടീസ് ആൻഡ് ദ ചാപ്റ്റേഴ്സ് ഓഫ് പ്രേയർ. അവിടെ അദ്ദേഹം പറയുന്നുണ്ട് ആദാമിന്റെ കടച്ചീട്ടിനെ കുറിച്ച്. നമുക്ക് ഇത് നമ്മൾ വായിക്കുന്നതാ. പ്രത്യേകിച്ച് കഷ്ടാനുഭവാഴ്ച, ദുഃഖവെള്ളിയാഴ്ച 6-ാം മണിയുടെ നമസ്കാരത്തിൽ, കർത്താവേ നിന്റെ മരണം മൂലം ആദാമിന്റെ കടച്ചീട്ടിനെ നീ. 6-ാം മണിയുടെ പ്രത്യേകത എന്തുവാ? കൊയറ് പറഞ്ഞേ. അച്ഛാ, അത്രയൊന്നും ചോദിക്കരുത്. കഞ്ഞി വേകുന്ന സമയമാണ്, നാരങ്ങ പിഴിയുന്ന സമയമാണ്. 6-ാം മണിയുടെ കാര്യമൊന്നും. കർത്താവ് കുരിശേറിയ സമയം, കുരിശേറിയ സമയം. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മുടെ പിതാക്കന്മാർ സെദറായിൽ പറയുകയാണ്, കർത്താവേ നിന്റെ മരണം മൂലം ആദാമിന്റെ കടച്ചീട്ടിനെ നീ കീറിക്കളഞ്ഞു. എന്താ ഈ ആദാമിന്റെ കടച്ചീട്ട്? ഇങ്ങനെയാണ് ഇവാഗ്രസ് പറയുന്നത്. ഏദനിൽ ആദം പാപം ചെയ്തു, ഹവ്വ പാപം ചെയ്തു, ദൈവം പുറത്താക്കി. പുറത്തായത് എങ്ങോട്ടാ? താഴോട്ട് പോകുന്ന എങ്ങോട്ടാ? സാത്താന്റെ അധീനതയിലിരിക്കുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ടിറങ്ങിയപ്പോൾ സാത്താൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. കാരണം പ്രലോഭിപ്പിക്കുന്നത് വരെ ആരുള്ളൂ? സാത്താനുള്ളൂ. പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരൻ അവിടെ നിൽക്കില്ല. അപ്പോ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇങ്ങോട്ടൊന്നും വരണ്ട, നിന്നെ അവിടെ ആക്കിയത് ഇങ്ങോട്ട് നീ വരണ്ട. ആദം എങ്ങോട്ട് പോകും? ഏദൻ തോട്ടത്തിന്റെ വാതുക്കൽ ആര് കാവലുണ്ട്? കറങ്ങുന്ന വാളുകളുമായി മാലാഖമാരുടെ സംഘം. അങ്ങോട്ട് കയറാൻ ഒക്കത്തില്ല. ആദം സാത്താനുമായി ഒരു ഉടമ്പടി ചെയ്തു. എന്താ ഉടമ്പടി എന്നറിയാമോ? ഞാനും എൻ്റെ വംശവും ഉള്ള കാലത്തോളം ഞാൻ നിന്റെ അടിമയായിരിക്കും. അങ്ങനെ കടച്ചിട്ടെഴുതി. പക്ഷെ ഈ
എവഗ്രസ് പറയുന്നത് ഈ കടച്ചീട്ട് കാണിച്ചുകൊണ്ടാണ് സാത്താൻ കർത്താവിനോട് പറയുന്നത്, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. കാരണം സാത്താൻ പേടിച്ചു നിൽക്കുക. കർത്താവ് 40 രാവും 40 പകലും ഉപവസിച്ച് നോമ്പ് നോറ്റിട്ട് നിൽക്കുക. ഇത് കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് തരാം? ഗ്ലോറി ആൻഡ് അതോറിറ്റി. ശ്രദ്ധിക്കണമേ, അവിടെ ഈഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന് പറയുന്നില്ല. കാരണം എന്താ? സാത്താൻ അറിയാം ഇത് ആര് തന്നെയാ. അവിടെ ഈഗോ ഇല്ല. കാരണം സൺ ഓഫ് ഗോഡ് എന്നതിനേക്കാൾ കുറച്ചുകൂടെ ചാമിങ് ആയ ഒരു സ്ഥാനമാണ് ആര് വാഗ്ദാനം ചെയ്യുന്നത്? സാത്താൻ. എന്താണത്? ഗ്ലോറി ആൻഡ് അതോറിറ്റി, മഹിമയും അധികാരവും. കർത്താവ് എന്താ പറഞ്ഞത്? വ്യാഖ്യാനിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കർത്താവ് എന്താ പറഞ്ഞത്? നീ സാത്താനെ എന്നെ വിട്ടുപോകുക. രണ്ടാമത്തതിന് പറഞ്ഞു, നീ ദൈവത്തെ എന്ത് ചെയ്യരുത്? പരീക്ഷിക്കരുത്. നിന്റെ നിലപാടിനെ വ്യത്യസ്തമാക്കുന്ന ഒന്ന് ഉണ്ടാകരുത്. ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, ഇഫ് യു സല്യൂട്ട് യുവർ പൊസിഷൻ യു നീഡ് നോട്ട് സല്യൂട്ട് എനിബഡി, ബട്ട് ഇഫ് യു പൊല്യൂട്ട് യുവർ പൊസിഷൻ യു ഹാവ് ടു സല്യൂട്ട് എവരിബഡി. ഇഫ് യു സല്യൂട്ട് യുവർ പൊസിഷൻ യു നീഡ് നോട്ട് സല്യൂട്ട് എനിബഡി, ബട്ട് ഇഫ് യു പൊല്യൂട്ട് യുവർ പൊസിഷൻ യു ഹാവ് ടു സല്യൂട്ട് എവരിബഡി. എൻ്റെ വാക്കുകൾ സമയബന്ധിതമായി തീർക്കട്ടെ. മനുഷ്യന് എന്തില്ല? സ്വസ്ഥതയില്ല. 3 കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് ഡിസാറ്റിസ്ഫാക്ഷൻ, അസംതൃപ്തി. 2 അത്യാഗ്രഹം. 3 സ്വാർത്ഥത. ഈ 3 കാര്യങ്ങൾ ഏദനിൽ ആരംഭിച്ചുവെങ്കിൽ, ഈ 3 കാര്യങ്ങളുടെ മുമ്പിൽ ആദ്യ മാതാപിതാക്കൾ പരാജയപ്പെട്ടുവെങ്കിൽ, നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുവാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിൻ്റെ കാരണം, കർത്താവിൻ്റെ നോമ്പ് സാത്താന്റെ അജണ്ടയിൽ ബാക്കി പറഞ്ഞേ, സാത്താന്റെ അജണ്ടയിൽ ഇല്ലായിരുന്നു. ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെയെല്ലാം ഡിഫെൻഡ് ചെയ്യാനുള്ള മാർഗങ്ങളും പുള്ളിക്കാരൻ ഒരുക്കിയിരുന്നു. ബട്ട് ദ ലെൻഡ്, കർത്താവേറ്റ നോമ്പ്. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് എന്തിനാണ് നമുക്ക് വേണ്ടി കർത്താവേറ്റത്? അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, പൂർവികമായ അവകാശം. ആദാം താതൻ തൻ ഭക്ഷണമോഹത്തെ വെന്നൊരു നൽ നോമ്പേ സസമാധാനം വന്നാലും. കലണ്ടറിലെ അക്കങ്ങളും അക്ഷരങ്ങളുമല്ല, മറിച്ച് ഈ നോമ്പ് ജീവിതത്തിൻ്റെ സംസ്കാരമാകുമ്പോൾ നമുക്ക് ഇപ്രകാരമുള്ള എല്ലാ അസ്വസ്ഥതകളെയും നേരിടാൻ ഇടയാകും. നോവുള്ള നോമ്പെടുക്കാം. മനുഷ്യനെയും ദൈവത്തെയും കളിപ്പിക്കുന്ന നോമ്പല്ല. സാധാരണ നോമ്പിനെ കുറിച്ച് പറയുന്നത്, നോമ്പിങ്ങനെ പൊക്കൊണ്ടിരിക്കും, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ പേരാണ് എന്ത്? നോമ്പ് നോട്ടം. അതല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. കർത്താവ് പ്രലോഭനങ്ങളെ നേരിട്ടത് പരിശുദ്ധമായ നോമ്പിൻ്റെ സംസ്കാരം ഉള്ളതുകൊണ്ട്. ഈ ജൂബിലി കൺവെൻഷൻ്റെ 3ാമത്തെ സന്ധ്യയിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ള വിഷയം ഇതാണ്. ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളും നമ്മുടെ ചുറ്റുപാടും അസ്വസ്ഥതകളും കൂടി വരുമ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ അസ്വസ്ഥതകൾ നമ്മളെ കീഴടക്കാനല്ല, അസ്വസ്ഥതകൾക്കും അപ്പുറമായി ഒരു ജീവിത നിലവാരമുണ്ടാക്കാൻ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച നോമ്പും ഉപവാസവും. ഏദനിൽ ആദാമും ഹവ്വായും പരാജയപ്പെട്ട നോമ്പ് സംസ്കാരം നമ്മുടെ കർത്താവ് പുനഃസ്ഥാപിച്ചു തരുമ്പോൾ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മൾ മാനിക്കണം. കർത്താവ് നടത്തിയ എല്ലാ കാര്യങ്ങളെയും മാനിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ സാത്താനെ തോൽപ്പിക്കുവാൻ അവിടുന്ന് എടുത്ത വെപ്പൺ, ആയുധം, അതാണ് പരിശുദ്ധമായ നോമ്പ്. ആ നോമ്പിലൂടെ നമ്മുടെ അസ്വസ്ഥതകൾ മാറാൻ, രാത്രികൾ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും രാത്രികളായി മാറാൻ നമുക്കിടയാകട്ടെ. മായ എന്ന് സഭാപ്രസംഗി പറയുന്നുവെങ്കിലും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്ലെയിൻ, ബട്ട് ഇറ്റ് ഈസ് എക്സ്പ്ലെയിനബിൾ. ദൈവം കൂടെയുണ്ടെങ്കിൽ, കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ, എല്ലാ പ്രകേളികകൾക്കും അപ്പുറമായി, എല്ലാ എനിഗ്മകൾക്കും അപ്പുറമായി ഒരു ജീവിതത്തിൻ്റെ സ്വാന്തനത്തിൻ്റെ സ്വസ്ഥതയുടെ ഒരനുഭവം നമുക്കുണ്ടാകും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ വചനവുമായി അഭിസംബോധന ചെയ്യാൻ
ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഉപയോഗിച്ചുകൊണ്ടും അഭിമന്യ തിരുമേനിയോടും ശാന്തമായും ഹൃദ്യമായും കേട്ടിരുന്ന നിങ്ങളേവരോടുമുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ടും കോട്ടയം ഭദ്രാസന ജൂബിലിക്ക് എൻ്റെ വ്യക്തിപരമായുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ടും വിരമിക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.